പ്രശ്നമാ മോളെ, നിനക്കറിയില്ലേ ലോകം എത്ര മ്ലേച്ഛമാണ്. പുറമെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണെങ്കിലും നീ ഈ പറയുന്ന സ്വാതന്ത്ര്യം എത്രമാത്രം അപകടമാണെന്നറിയാം. മമ്മിക്ക് എന്തറിയാം ഈ ലോകത്തെ പറ്റി? ആകെ അറിയാവുന്ന ആഴ്ചയിൽ 3 ദിവസം ചർച്ചിൽ പോകണം, ബാക്കി ദിവസം ഉപവാസ പ്രാർത്ഥന മറ്റു കാര്യങ്ങളിൽ ബിസിയല്ലേ. നീ എന്തിനാ മോളെ ചുമ്മാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞങ്ങൾ ഈ പറയുന്ന ഒക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. നീ എന്താ റിയലൈസ് ചെയ്യാത്ത റിയ that we care for you and you know what, Jesus cares for you also. Please stop it. എനിക്കിനി ഒന്നും കേൾക്കണ്ട. just leave me alone. എനിക്ക് അല്പം സമാധാനം താ. ഓക്കെ റിലാക്സ്, ഞങ്ങൾ പോവാ, എല്ലാം ശരിയാവും. ഇവിടെ നിന്ന് വട്ട് പിടിക്കും. I cannot stay here anymore. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ, ദൂരെ, എന്നെ തേടി വരാൻ പറ്റാത്തൊരിടത്തേക്ക്. ഡാഡി ആൻഡ് മമ്മി, ഞാൻ പോവാ. നിങ്ങൾ എന്നെ തേടി വരാൻ നോക്കണ്ട. നിങ്ങൾ ഈ പറയുന്ന ലോകം എന്താണെന്ന് എനിക്കറിയണം. ഐ നീഡ് ഫ്രീഡം. ബൈ. ഹലോ, ഫൈനലി ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അത് ശരിയല്ലേ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് നമുക്ക് അടിച്ചു പൊളിക്കാം. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. ചില മാസങ്ങൾക്ക് ശേഷം രാവിലെ മുതൽ ബോസിന്റെ ടോർച്ചറിങ്, പിന്നെ ആകെയുള്ള ഒരു സന്തോഷം മാസാവസാനം ശമ്പളം കിട്ടുന്നത്. അതൊക്കെ പോട്ടെ, എന്റെ പരിപാടികളൊക്കെ എവിടെ വരെയായി? എന്തോ പറയാനാ, എനിക്കിന്ന് മൂടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓഫീസിൽ നിന്നും പോയില്ല. രാവിലെ മുതൽ ഈ ടിവിയുടെ മുമ്പിൽ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു സിനിമയ്ക്ക് പോയാലോ? സിനിമ എപ്പോ വേണമെങ്കിലും കാണാം. We'll go to party, we'll have some fun. എന്നാ പിന്നെ let's move. ചില വർഷങ്ങൾക്ക് ശേഷം റിയ ഇപ്പോൾ ഒരു രോഗിയാണ്. ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥ. ഇതെന്ത് പറ്റി എനിക്ക്? ആകെ ഒറ്റപ്പെട്ട അവസ്ഥ. ജോലിയില്ല, കൈ കാശില്ല. എൻ്റെ ഫ്രണ്ട്സ് പണ്ടത്തെ പോലൊരു സഹകരണവുമില്ല. ഡാഡിയും മമ്മിയും പറഞ്ഞതാണ് ശരി. ഞാൻ വിചാരിച്ച പോലല്ല ഈ ലോകം. സോറിടാ, ഞങ്ങൾ കുറച്ച് ബിസി ആയിപ്പോയി. നിന്നെക്കുറിച്ച് ഓർക്കാനേ സമയമില്ലായിരുന്നു. ഓർത്തില്ലെന്നോ? ഞാൻ നിങ്ങളെ വിശ്വസിച്ച് എല്ലായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വന്നതല്ലേ. ഞങ്ങൾ നിന്നെ വിളിച്ചൊന്നുമല്ലല്ലോ. നിനക്ക് ലോകം എൻജോയ് ചെയ്യണം, ഫ്രീഡം വേണമെന്ന് പറഞ്ഞ് നീ ഞങ്ങളുടെ ഇറങ്ങി പോകുന്നതല്ലേ. നീ പറയുന്നത് കേട്ടാ തോന്നും ഞങ്ങൾ വലിയ തെറ്റ് ചെയ്ത പോലെ. അതൊക്കെ പോട്ടെ, ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്കിപ്പോ ഒന്നും വേണ്ട. I had enough from you. എന്റെ ജീവിതം നശിച്ചു. Everything is gone. I just want to go back. തിരിച്ചു പോവാനോ? എവിടേക്ക്? നിന്റെ വീട്ടിലേക്കോ? അതെ, ഞാൻ ഒന്ന് പപ്പയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നിനക്ക് തോന്നുന്നുണ്ട് നിന്റെ ഈ ഒരു അവസ്ഥയിൽ പാരന്റ്സ് നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്? Both left my family. Oh, Daddy, നീ എന്ത് ചെയ്യും? എനിക്ക് നിങ്ങളെ കാണണ്ട. Just go away. അത് വേണ്ട, നീ വാ. അവൾ എന്താ വെച്ചത്? ദൈവമേ, ഞാൻ എന്ത് ചെയ്യും?
ചെയ്തിട്ടാണ് എന്നോട് ക്ഷമിക്കണം. I am really sorry for what I have done. I just want to go back home. പക്ഷേ ഡാഡി മമ്മി എന്നെ ഈ ഒരു അവസ്ഥ സ്വീകരിക്കും. ഇത് റിയ തന്നെയല്ലേ വിളിക്കുന്നത്? ഹായ് റുബീന. എന്തുകൊണ്ടൊക്കെ വിശേഷം? സുഖായിട്ട്. ഒത്തിരി നാളായില്ല കണ്ടിട്ട്. കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല. നത്തിങ്. എന്താ പറ്റി? നത്തിങ്, I was busy with many things. അതെ, എനിക്ക് ഇച്ചിരി അർജന്റ് വർക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് പിന്നെ കാണാം. അതൊക്കെ ഇരിക്കട്ടെ. എങ്ങോട്ടാ റിയ പോകുന്നത്? ഞാൻ അബുദാബിയിലോട്ട് വർക്ക് ഉണ്ട്, അപ്പൊ അതിന് വേണ്ടി പോവാ. ഞാൻ ഷാർജയിലോട്ട് ബിസിനസ് ടൂറിന് വെറുതെ ടൂറിനായിരുന്നു. എന്നാ ശരി കേട്ടോ. ശരിയാണല്ലേ? റിയ, 1 minute. നിന്റെ പപ്പ പണ്ട് കോളേജിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരു ലെറ്റർ തന്നായിരുന്നു. എപ്പോഴെങ്കിലും കാണുമ്പോ റിയക്ക് തരാന്ന് വിചാരിച്ചോണ്ടിരുന്നു. താങ്ക് യു കേട്ടോ. ശരി. ബൈ. ദൈവമേ, ആ ലെറ്റർ എവിടെയായിരിക്കും? അതിനകത്ത് എന്തായിരിക്കും എഴുതിയിരിക്കുക? പ്രിയപ്പെട്ട റിയ, നീ എവിടെയാ മോളെ? നിനക്ക് സുഖമാണോ? നീ ഞങ്ങളെ മറന്നോ? ഞങ്ങൾക്ക് നിന്നെ കാണാത്ത വിഷമത്തിലാ. നീ എവിടെയാണെങ്കിലും മടങ്ങി വാ മോളെ. നീ ഏതൊരവസ്ഥയിലാണെങ്കിലും സാരമില്ല കുഞ്ഞെ, നിന്നെ ഞങ്ങൾക്ക് വേണം. പപ്പയും മമ്മിയും ഓരോ നിമിഷവും നിന്റെ വരവും കാത്തിരിക്കുക. നിനക്ക് ഞങ്ങളോട് സംസാരിക്കാൻ പ്രയാസമാണെങ്കിൽ സാരമില്ല, ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയയ്ക്കുക. ഞങ്ങൾക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. നീ തിരിച്ച് വന്നാൽ മാത്രം മതി. വിത്ത് ലവ്, പപ്പ. ഡിയറസ്റ്റ് പപ്പ ആൻഡ് മമ്മി, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചു. ഞാൻ ലോകത്തിനെ എൻജോയ് ചെയ്യാനായിട്ടാണ് വീട് വിട്ടത്. ഇപ്പോൾ ലോകം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. അതിൻ്റെ മുഴുവൻ അഴകും ഇപ്പോൾ എന്നിലുണ്ട്. അതോടൊപ്പം ഞാൻ രോഗിയുമായി. ഇപ്പോൾ എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായി. ലോകം മിഥ്യയാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ സ്നേഹത്തിനെങ്കിലും മനസ്സിലാക്കും. എനിക്ക് നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹമുണ്ട്. അതിന് യോഗ്യതയില്ലെന്ന് എനിക്കറിയാം. പപ്പയും മമ്മിയും ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ വീടിൻ്റെ മുൻപിലുള്ള മരത്തിൽ ഒരു വൈറ്റ് ഫ്ലാഗ് കെട്ടണം. നാളെ ഈവനിങ് 3 മണിയാകുമ്പോൾ ഞാൻ വീടിൻ്റെ മുൻപിൽ കടന്നു പോകും. വൈറ്റ് ഫ്ലാഗ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കയറും, അല്ലെങ്കിൽ ഞാൻ തിരികെ പോകും. ഒരിക്കലും വരാത്തവണ്ണം എന്ന് റിയ. പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ, ഇതുവരെ വന്നില്ല. ഓ,
ഇനി വരുമോ ആവോ? പപ്പി ഒന്ന് സമാധാനമായിട്ടിരിക്ക്, അവള് വരും. അതൊരു ബസ്സിന്റെ ശബ്ദമാണല്ലോ, മോളാണെന്ന് തോന്നുന്നു. മോളെ മോളിനി ഒന്നും പറയണ്ട, പഴയതൊക്കെ മറന്നേക്ക്. മോള് തിരിച്ചു വന്നല്ലോ, അത് മതി ഞങ്ങൾക്ക്. നിങ്ങളുടെ സ്നേഹത്തിന്റെ പേര് എനിക്ക് ഇത്രയും നാളും അറിയത്തില്ലായിരുന്നു. മോളെ, ഞങ്ങൾ മാത്രമല്ല, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. പപ്പ, ഞാൻ മരത്തിൽ ഒരു ഫ്ലാഗല്ലേ കെട്ടാൻ പറഞ്ഞുള്ളൂ, ഇത് മറയിൽ നിറയെ ഫ്ലാഗ് ആണല്ലോ. അത് മോളെ, ഞാൻ ഒരു ഫ്ലാഗ് മാത്രം കെട്ടിയാൽ നീ അത് എന്തേലും കാരണവശാൽ കാണാതായാൽ പിന്നെ നിന്നെ ഞങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമല്ലോ എന്നോർത്താ മരം നിറയെ ഫ്ലാഗ് കിട്ടിയത്. ഇതാകുമ്പോൾ നീ എവിടെ നിന്ന് നോക്കിയാലും ഫ്ലാഗ് കാണാമല്ലോ. We don't want to lose you again by any chance, Riya. We love you so much. I hope you all enjoyed the skit. I hope you all enjoyed the skit. Now, before we actually go to the end of our program, I'd like you all to put your hands together for all the teachers and kids who actually made this function a success right now. So, this is for all the kids and for all the teachers. Once more, come on. You're not sleepy, isn't it? Okay, now after this, clap for me also. Huh? Keep something for me. All right, so this skit is actually from a book, okay, in which a daughter leaves her parents and comes back. So the main message of the skit is that no matter how far you're from God or what sinful state you are in, God is always there to receive you. I once spoke to a young boy and I asked him, why don't you come to church? He told me that he's not worthy to come to church because he's such a big sinner. Today, as we end this Sunday school program of ours, let us make this a reality that when we tell others that they are accepted based on no other condition other than God loving them, let's hope that people believe us and come towards for God. Once again, thank you very much. All the Sunday school students, please come to the stage. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹെവൻലി ഫാദർ. എപ്പോഴും നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യും. Because he is a loving father. ഇനി നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാം നമ്മുടെ മൊത്തം സൺഡേ സ്കൂൾ ഫാമിലിയുടെ ഒരു ഉത്സവമാണ്. നമുക്കത് പോയി കേട്ട് വരാം.
പ്രോഗ്രാംസ് ഫിനിഷ് ആകുവാണ്. പോകല്ലേ, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. വന്ന എല്ലാ ആൻറ്റിമാരും അങ്കിൾമാർക്ക് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാംസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഐ ഇൻവൈറ്റ് സുനിൽ അങ്കിൾ ഫോർ ദ ലാസ്റ്റ് പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലോട്ടെത്തി. MCG ചർച്ചിൻ്റെ സ്വരം ബിജു 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നതാണ്. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം നാം ഇത്ര സമയം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെ കഠിനാധ്വാനത്തോടും സഹിഷ്ണുതയോടും സ്നേഹത്തോടും ക്ഷമയോടും കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് പ്രാക്ടീസ് ചെയ്യുകയും അവരെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യുകയും ചെയ്ത എല്ലാ ഞങ്ങളുടെ ഫ്രൈഡേ സ്കൂൾ സ്റ്റാഫിനോടും അതോടൊപ്പം തന്നെ ചർച്ച് എൽഡേഴ്സിനോടും പ്രിയ എല്ലാ സഹോദരന്മാരോടുമുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സഭയായി ഈ സമയം അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ സൺഡേ സ്കൂളിൽ സാധാരണഗതിയിൽ കോമ്പറ്റീഷൻ വേണ്ട നിങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഇന്ന് കടന്നു വന്ന എല്ലാ കുട്ടികൾക്കും we have a gift. So please stay back. Things are not finished. So please collect your gift, okay, before going. So I really want to thank എല്ലാ കടന്നു വന്ന എല്ലാ പേരൻസിനോടും പുറത്തുനിന്ന് വന്ന എല്ലാ വ്യക്തികളോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതേപോലെ തന്നെ I want to really thank the kids who have done a wonderful job, all of you, and we really thank you. പ്രത്യേകിച്ചും ടീച്ചേഴ്സ്, we really thank the teachers. They have worked all along. I think ഒരു 2 months കൊണ്ടുള്ളൊരു എഫേർട്ടാണ്. ഇത്രയെങ്കിലും അപാകതകളുണ്ട് നമുക്കറിയാം. അത് നമ്മളെ ആ ഒരു നിലയിലുള്ളൊരു പെർഫെക്ഷൻ അല്ല. ബട്ട് ദേ വർ ട്രൈങ് ടു കൺവേ സം മെസ്സേജ് ടു ഓൾ ഓഫ് us. അത് പല നിലകളിൽ നമ്മളത് മനസ്സിലാക്കി എന്ന് നമ്മൾ വിചാരിക്കുന്നു. ലോകത്തിൻ്റെ സ്നേഹത്തിലല്ല നമ്മൾ നടക്കേണ്ടത്, കർത്താവിൻ്റെ വഴിയിലാണ് നമ്മൾ നടക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ പിന്മാറ്റത്തിൽ പോകുന്നത്, എങ്ങനെയാണ് വിതയ്ക്കുമ്പോഴുണ്ടാകുന്ന വിഷയങ്ങൾ. നമ്മൾ ഒടുവിൽ പറഞ്ഞു നിർത്തിയ സ്കിറ്റ് നിങ്ങളെ കണ്ടു കാണും. അത് ഒരു പ്രത്യാശയില്ലാത്ത അവസ്ഥയിൽ ആരെങ്കിലും ഇന്ന് ഈ സൺഡേ സ്കൂൾ പ്രോഗ്രാമിലുണ്ടെങ്കിൽ whatever may be your condition, please go back to your father. നിങ്ങളെ സ്വർഗസ്നായ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് ഒരു രീതിയിലും മടിക്കരുത്. അവിടുന്ന് സ്വീകരിക്കുവാൻ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് ആ സന്തോഷത്തോടുകൂടെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുവാനായിട്ട് ഉത്സാഹിക്കും. I really want to thank for all the teachers and especially the parents who have come across, have taken pains to send the kids to all the Sunday school programs and especially regular classes. So we have some more days of classes before the exams are over. അതുകൊണ്ട് മുമ്പ് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അത് തീരുകയും ചെയ്യും. അത് കഴിഞ്ഞ ശേഷം അവധി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് 1-2 ആഴ്ചയും കൂടെ സൺഡേ സ്കൂളിൽ കഴിഞ്ഞ ശേഷം പിന്നെ അവധി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെയും സൺഡേ സ്കൂളിൽ തുടങ്ങുക. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾ കടന്നു വന്ന് സഹകരിച്ചതിനായിട്ടുള്ള വളരെ നന്ദി പ്രത്യേകിച്ച് അറിയിക്കുന്നു. പാർട്ടിസിപ്പേറ്റും വർക്ക് ചെയ്ത ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, നമുക്കറിയാം അനേക സഹോദരന്മാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് മാത്രമല്ല, നോൺ ടീച്ചിങ് ആയിട്ട് ചെയ്തിരിക്കുന്ന അനേക സഹോദരന്മാർ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, സഹോദരിമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെയൊക്കെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുകയും അവരോടുള്ള സഭയായിട്ട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും MCG ചർച്ചസിലുള്ള എൽഡേഴ്സിനോടും ഉള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. Now we have the time for the gifts. I request Brother Eldos to come forward.